ഹായ് കൂട്ടുകാരെ, ഞങ്ങളിങ്ങനെ ആലോചിച്ചു ഓണമായിട്ട് എങ്ങും പോയില്ലല്ലോ, എവിടെയെങ്കിലും പോയാലോ എന്ന്. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പോവുകയും വേണം. ഞങ്ങൾക്ക് 2-3 ദിവസം ഒന്നും എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ വന്നു. ഞങ്ങളിങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ പേരൊക്കെ പറഞ്ഞു. പക്ഷേ അവസാനം ഞങ്ങൾ വന്ന് നിന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം തന്നെ വിടാമെന്ന് തീരുമാനിച്ചു. അതായത് നമ്മുടെ തമിഴ്നാട്ടിലോട്ട് തന്നെ പോവാണ്. നമ്മുടെ കൊല്ലക്കാർക്കും പത്തനംതിട്ടക്കാർക്കും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് മാക്സിമം എൻജോയ് ചെയ്ത് ഒരുപാട് കാഴ്ചകളുണ്ട് പോകാൻ പറ്റിയ ഒരു കിടില സ്പോട്ടാണ് നമ്മുടെ തമിഴ്നാട്ട് തെങ്കാശി എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ പത്തനാപുരം അലിമുക്ക് വഴിയാണ് പോയത്. അലിമുക്ക് വഴി അച്ചൻകോവിൽ കയറി അങ്ങനെയാണ് തമിഴ്നാട്ടിൽ പോയത്. ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സൈഡിലും നല്ല കാടാണ്. 2 സൈഡിലും നമുക്ക് ആ ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണാം. പിന്നെ തൊട്ട് മുകളിലായിട്ട് നല്ല തെളിഞ്ഞ ആകാശം, നല്ലൊരു ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. സത്യത്തിൽ എനിക്ക് നല്ല പനിയുണ്ട്, എന്നാലും രാവിലെ എഴുന്നേറ്റപ്പോഴൊന്നും വയ്യായിരുന്നു. മൊത്തം മൂടി പുതച്ച് വെച്ചേക്കാണ്, ഹൂഡിയൊക്കെ വെച്ച് ഷോളൊക്കെ വെച്ച് പൊതിഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ നമ്മൾ ട്രിപ്പാകുമ്പം നമ്മൾ അതൊന്നും നോക്കത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. കാട്ടിലൂടെയുള്ള വഴികളാണ്, വളരെ മനോഹരമായ വഴിയാണ്. നമുക്ക് ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാനൊക്കെ പറ്റും. നമ്മൾ വളവൊക്കെ ഇങ്ങനെ, ഞങ്ങൾ ബൈക്കിലാണ് പോയത്. ഞങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ്. 1000 രൂപയും കൊണ്ടാണ് പോകുന്നത്. എന്താവും എന്നറിയത്തില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വളവും തിരിവും നിറഞ്ഞ റോഡാണ്. നമ്മളിലെ പണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഒരു ബൈക്കൊക്കെ പോകുന്നത്. അതിനകത്ത് ഒരു പ്ലേസ് പോലാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഒരു ബൈക്ക് റേസ് ഇങ്ങനെ മലയുടെ മണ്ടയിൽ കൂടെ ഒക്കെ പോകുന്നത്, അതാണ് എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ കൈതയൊക്കെ നട്ടിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ എന്തോ കൃഷി തുടങ്ങാൻ വേണ്ടി വെച്ചേക്കാണ്. അവിടെ എല്ലാം നല്ല വൃത്തിയാക്കി ഇട്ടേക്കാണ്. ഇത് കാനനപാതയാണ്. നമ്മൾ അച്ചൻകോവിൽ ആ ഭാഗത്തോട്ട് പോകാൻ എത്താറൊക്കെ ആയി. 2 സൈഡിലും മരങ്ങളാണ്. എന്നാലും നമുക്ക് ചെറിയ വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട് മരങ്ങളാണെങ്കിലും. പക്ഷെ നല്ല ശുദ്ധവായു ലഭിക്കും. വണ്ടികളൊക്കെ വളരെ കുറവാണ്, 1-2 വണ്ടികളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു, നാട്ടിലുള്ളവർക്കൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിലും ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ എന്തൊരു പാടായിരിക്കും. ഇവർ പുനലൂർ വരെ പോകണം എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ അച്ചൻകോവിൽ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഇവിടെ പാമ്പ് കടിക്കുന്നവരെ ആശുപത്രി കൊണ്ടുപോകത്തില്ല, ഇവിടുത്തെ ചന്ദനം തേക്കുമെന്ന് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമെന്നൊന്നും അറിയത്തില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം പോകുന്നത് കുമ്പൂരുട്ടി വാട്ടർഫോൾസിലോട്ടാണ്. ഇവിടെ നമുക്ക് ഇത് അച്ചൻകോവിൽ ആറാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ വെള്ളം കുറവാണ്, കുളിക്കാനൊക്കെ പറ്റും. പക്ഷെ നീന്തൽ അറിയാത്തവരൊന്നും ഇറങ്ങരുത്, കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല എത്രത്തോളം സേഫ്റ്റി ആണെന്നുള്ളത്. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു സൈൻ ബോർഡൊക്കെ ഉണ്ടായിരുന്നു, ആനയൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. നിങ്ങൾ ആലപ്പിണ്ടമൊക്കെ കിടക്കുന്നത് കണ്ടായിരുന്നു. ചിലപ്പോൾ രാത്രി ആനയൊക്കെ വന്ന് വെള്ളമൊക്കെ കുടിക്കുന്ന സ്ഥലമായിരിക്കും. ഈ ഒരു ആറും അച്ചൻകോവിൽ ആറിൻ്റെ ആ ഒരു കുളിർമയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു യാത്ര വളരെ ഭംഗിയുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പം കുമ്മൻകുരുട്ടിയിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുമ്മൻകുരുട്ടിയിലെത്തി. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് നമ്മൾ കുമ്മൻകുരുട്ടി വാട്ടർഫോൾസിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. പിന്നെ ബാഗൊന്നും അവർ അലൗഡ് അല്ല. നമ്മളിപ്പോൾ ഡ്രസ്സ് കൊണ്ട് ഞങ്ങളിപ്പോൾ കുളിക്കുന്നില്ല. അപ്പം നമുക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് ഡ്രസ്സ് മാത്രമേ എടുത്തുകൊണ്ട് പോകാവൂ. ബാഗ് അവിടെ നമുക്ക് ബാഗ് വെക്കാൻ സ്ഥലമുണ്ട്, അവിടെ വെക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടെ നടന്നു പോകണം. ഞങ്ങളങ്ങനെ കുളിക്കുന്നൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ ബാഗ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ വാട്ടർ ബോട്ടിൽ അവർ കണ്ടു, പ്ലാസ്റ്റിക് അലൗഡ് അല്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു ചിത്രശലഭം കഷ്ടവും ചത്ത് കിടക്കുന്നുണ്ട്, പാവം. പിന്നെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ യാത്ര തിരിച്ചു. ഇവിടെ ആണെങ്കിൽ കുറേ ചെടികളും പുഴുവൊക്കെ ഉണ്ട്, മറ്റേ ഒരു സൈസ് ആട്ടാമ്പുഴു പോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ചിത്രശലഭങ്ങളൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആരും കാണുന്നൊന്നുമില്ല. കുറേ ദൂരം ഞങ്ങൾ പോയി. ഇവിടെ കൂടുതലും തമിഴ്നാട്ടുകാരാണ് വരുന്നത്, കാരണം ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ കൂടുതലും അവിടെ വെള്ളം കുറവായതുകൊണ്ട് അവരാണ് ഇത് ഒത്തിരി ആസ്വദിക്കുന്നത്. പിന്നെ ഇത് നല്ല ഉരുളങ്കല്ലുണ്ടായിരുന്നു, ചാക്കെടുത്തോണ്ട് വന്നായിരുന്നെങ്കിൽ ഉരുളങ്കല്ലെല്ലാം പറക്കിക്കൊണ്ട് പോകുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചാക്കെടുത്തോണ്ട് വരണ്ടായിരുന്നു എന്ന്. നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഉരുളങ്കല്ല് നല്ല ഭംഗിയല്ലേ. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ഈ ഇതിലൂടെ വെള്ളം വരും. എന്നിട്ട് ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു വള്ളിച്ചെടികളൊക്കെ കാണാം, കാടാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും നമ്മുടെ സൈഡിൽ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും, അവിടെ വെള്ളമൊക്കെ ഉണ്ട്. മഴ പെയ്യുമ്പോൾ നല്ല രീതിയിൽ അവിടെ ആഴം കൂടും. മീനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും, കുഞ്ഞു മീനാണോ വാൽമാക്രയാണോ എന്ന് അറിയത്തില്ല. പണ്ട് ഞാനിത് കാണുമ്പോൾ എൻ്റെ കുഞ്ഞിലെ വിചാരിക്കുമായിരുന്നു മുളയാണെന്ന്, കാരണം മുളയുടെ അതേ പെയിന്റ് അല്ലേ. പിന്നെ വളർന്നപ്പോഴാണ് മനസ്സിലായത് മുളയല്ല, കമ്പിയാണെന്ന്. പിന്നെ ഞങ്ങൾ മൈക്കൊന്നും എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞങ്ങളുടെ വോയിസ് ഒന്നും ശരിക്കും കിട്ടിയില്ല. ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങളിത് എഡിറ്റൊക്കെ ചെയ്ത് റെഡിയാക്കുന്നത്. അതിൻ്റെ ഒരു ഇതുണ്ട്. പനിയൊക്കെ സൗണ്ട് എല്ലാം പോയിരിക്കുവാണ്. പിന്നെ ഇതൊരു നല്ല മരമാണ്, കണ്ട അതിൻ്റെ വേര് നോക്കാം. ആ വേര് അതിനെ പൊതിഞ്ഞ് മണ്ണിലെല്ലാം മരം നിൽക്കുന്ന ആ ഒരു വേര് പാറയെ പിടിച്ച് നിൽക്കുവാണ്.
അങ്ങനെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, കോരി കുളിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ വീണ്ടും കുറേ ആളുകളൊക്കെ വരുന്നുണ്ട്, അവിടെ കുളിക്കുന്ന സ്ഥലത്തുനിന്ന് ഒത്തിരി പേര് വരുന്നുണ്ട്. അവരെല്ലാം നല്ല ആസ്വദിച്ച് വരുവാണ്. ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്ന് പോയി. കൂടുതലും തമിഴ്നാട്ടുകാരാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ യാത്ര തുടരുകയാണ് വെള്ളച്ചാട്ടത്തിലോട്ടുള്ള. കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമുക്കവിടെ പാറയൊക്കെ കാണാം. മഴയായിരുന്നെങ്കിൽ പാറയൊന്നും അങ്ങനെ കാണത്തില്ലായിരുന്നു. നല്ല രീതിയിൽ വെള്ളം പൊതിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരു കുഞ്ഞ് 2-3 സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഈ പാറയ്ക്കകത്തൂടെ, ഉരുളം പാറയ്ക്കകത്തൂടെ നമ്മൾ നടക്കുന്നത്. പിന്നെ അതുകൊണ്ട് അവിടെ കാണുന്ന ആ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അതിനകത്തൂടെ നടന്നു പോകാൻ പറ്റും. പിന്നെ 2-3 സ്റ്റെപ്പിൽ കയറി നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് പറ്റും. പക്ഷെ അതിനകത്തൂടെ നമ്മളെ കടത്തി വിടത്തില്ല. ചിലപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ തെന്നി പാറയിലടിച്ച് വീഴുന്നൊക്കെ വെച്ചിട്ടായിരിക്കാം അപ്പം അവിടെ കയറ്റി വിടുന്നില്ല. പക്ഷെ പണ്ട് അതിൽ കൂടെ ആൾക്കാർ പോയിട്ടുണ്ടാവാം. അതൊരു നല്ലൊരു ട്രക്കിംഗ് സ്പോട്ടായിട്ട് എനിക്ക് തോന്നുന്നു. അവർ 2-3 സ്റ്റെപ്പ് കയറി ഫോട്ടോയൊക്കെ എടുക്കാൻ സമ്മതിക്കും. പക്ഷെ കയറ് കെട്ടിയിട്ടുണ്ട്, മുകളിലോട്ട് നമുക്ക് കയറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ വീണ്ടും ഞങ്ങളിങ്ങനെ വെള്ളച്ചാട്ടത്തിനകത്തോട്ട് ഇവിടെ പോവുകയാണ്. നമ്മൾ ശ്രദ്ധിച്ച് പോകണം. നമ്മുടെ കാല് ചിലപ്പോൾ സ്ലിപ്പായി പാറയുടെ ഇടയിൽ പോയി ഇടിച്ചു കഴിഞ്ഞാൽ, മുറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ നല്ല സമയം എടുക്കും. അങ്ങനെ വീണ്ടും ഞങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധയോടെ പോവാണ്. ഞാൻ പാലത്തിലോട്ടാണ് കയറാൻ പോകുന്നത്. പാലം കടക്കുമ്പം നാരായണ പാലം കടന്ന കൂരായണ എന്നൊക്കെ അനുഭവിച്ചേട്ട അവിടെ നിന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ കയ്യൂരി പാതയിലൂടെ നടക്കുവാണ്. പിന്നെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന്. പക്ഷേ വെള്ളച്ചാട്ടം വളരെ കുറവാണ് ഇത്തവണ. മഴയൊക്കെ ആയിരുന്നെങ്കിൽ, ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്, അപ്പം മഴയുള്ള സീസണായിരുന്നു വന്നത്. അപ്പം നല്ല രീതിയിൽ ഇപ്പോൾ ഒരു 5 ഭാഗമായിട്ട് ഇങ്ങനെ വെള്ളം വീഴുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇവിടെ വെള്ളം കുറവാണ്. എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളമുണ്ട്. കാരണം നല്ല തണുത്ത വെള്ളമായിരിക്കും. ഈ ഒരു ചൂട് കാലത്ത് നമ്മൾ ആ ഒരു വെയിലൊക്കെ കൊണ്ട് നടന്നു വന്ന് ഇവിടെ ആ വെള്ളത്തിൽ കുളിക്കുമ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, ആ ഒരു കുളിർമ നമുക്ക് ലഭിക്കും. പിന്നെ നല്ല സേഫ്റ്റി ഒക്കെ ഉണ്ട്, എന്നാലും നമ്മൾ സൂക്ഷിക്കണം. കുറച്ച് ആൺപിള്ളേർക്ക് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകാം. പെൺപിള്ളേർ ഇങ്ങനെ സൈഡിലാണ് നിൽക്കുന്നത്. അവർക്ക് കാരണം അങ്ങോട്ട് ആഴ കൂടുതലാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വള്ളിയൊക്കെ കെട്ടിയിട്ടുണ്ട്, വല പോലെ. നമ്മളങ്ങനെ പെട്ടെന്ന് അങ്ങനെ വെള്ളത്തിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി, തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ ഞങ്ങൾക്കില്ല ചോര കുടിക്കുന്ന അട്ടയുണ്ടോ എന്നൊരു പേടിയുണ്ടായിരുന്നു. മഴയാണെങ്കിൽ ഇവിടെ ആ അട്ട കാണും. പക്ഷേ ഇപ്പോൾ വെയിലായതുകൊണ്ട് അട്ടയൊന്നും ഇല്ല. പിന്നെ അൻപുചേട്ടനാണെങ്കിൽ വെള്ളത്തിൽ കുളിക്കാൻ പറ്റാത്ത വിഷമത്തിൽ എന്തായാലും ഇവിടെ വരെ വന്നേയല്ലേ, വെള്ളത്തിന് വിഷമമായാലോ എന്ന് വിചാരിച്ച് മുഖമൊക്കെ കഴുകുന്നുണ്ട്. പിന്നെ എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ മുഖം കഴുകാൻ നിന്നില്ല. തണുപ്പൂടല്ലേ, നല്ല തണുത്ത വെള്ളമാണ്. കുഞ്ഞു കുഞ്ഞു മീനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ചേട്ടൻ അങ്ങനെ ഒരു കാക്കക്കുളിയൊക്കെ കുളിച്ച് ഇങ്ങനെ വരികയാണ്. ആ മുടിയൊക്കെ ശരിയാക്കി വരുവാണ് വെള്ളത്തിനകത്ത്. കുളിച്ചെന്നായി. ഞങ്ങൾ വീണ്ടും യാത്ര തുടരുവാണ്. ഇനി നമുക്ക് കുറച്ച് ദൂരം, നമ്മൾ വന്ന വഴി തന്നെ ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ്. നമുക്കിവിടെ ഒരു വെള്ളക്കെട്ട് പോലത്തെ ഒരു ഭാഗമുണ്ട്. മഴയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല വെള്ളമായിരിക്കും. ഇപ്പം അത്രയും ഇല്ല, എന്നാലും നമ്മുടെ കാലിന് പെട്ടെന്ന് ആ ഒരു തണുപ്പ് കയറുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്, നല്ലൊരു സുഖമാണ്. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തില്ല, അതാണ് ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങാഞ്ഞത്. ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരികയെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുളിച്ച് എൻജോയ് ചെയ്ത് പോവാം. പിന്നെ ഞങ്ങളുടെ കയ്യിൽ അത്രയും സമയമില്ല, നമുക്ക് 3-4 സ്പോട്ടൊക്കെ കാണണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മഴയൊക്കെ ഉള്ളപ്പോൾ വരാമെന്ന് തീരുമാനിച്ച് ഞങ്ങളങ്ങനെ നടന്നു പോവാണ്. മലയാളികളാണ് അതുവഴി വരുന്നത്, ആ വരുന്ന മലയാളികളാണ് കൂടുതൽ. ഇപ്പോൾ ഇവിടെ മലയാളികൾ ഒരുപാട് പേരെ ഞങ്ങൾ കണ്ടു. കാരണം KL വണ്ടി കിടക്കുന്നതൊക്കെ കണ്ടു. കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മലയാളികളുടെ വണ്ടിയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ ആ വെള്ളത്തിൽ കുറേ നേരം ഞാൻ കാലൊക്കെ ഇട്ടടിച്ച് കളിച്ചു. പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് അടവി നൈനാർ ഡാമാണ്. നമ്മുടെ പെന്മല ഡാം പോലെ തമിഴ്നാട്ടിലെ ഒരു നല്ലൊരു ഡാമാണ് അടവി നൈനാർ ഡാം എന്ന് പറയുന്നത്. ഇവിടുത്തെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റോഡാണ്, പ്രത്യേകിച്ച് കട്ടറൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ യാത്രയെന്ന് പറയുന്നത് നല്ല സുഖകരമായിരുന്നു. ഫുൾ കുണ്ടും കുഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈക്കിലൂടെ ആകുമ്പം നമ്മുടെ ഉപ്പാട് വരും. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള യാത്രയായിരുന്നു. കുറേ തെങ്ങും ഒക്കെ അവിടെ നിൽപ്പുണ്ട്, തെങ്ങും തോപ്പും കുറേ മരങ്ങളും ഒക്കെ നിൽപ്പുണ്ടെങ്കിൽ പോലും നല്ല ചൂടാണ്. നാളെ ഇനി പനി പിടിച്ച് കിടപ്പിലാവുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഞങ്ങൾ ആ ഒരു പനിയൊക്കെ മറന്ന്, ട്രിപ്പായതുകൊണ്ട് ആ പനിയുടെ ആ കാഠിന്യമൊക്കെ മറന്നാണ് പോകുന്നത്. പിന്നെ നല്ല തെളിഞ്ഞ ആകാശമാണ്, നമുക്കിങ്ങനെ ഒച്ചയൊക്കെ പോകുന്ന പോലൊക്കെയാണ് എനിക്ക് തോന്നിയത് ആകാശം മേഘം കണ്ടപ്പം. അങ്ങനെ ഇപ്പം നമ്മൾ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത് അടവി നൈനാർ ഡാമിലോട്ടാണ്. കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന് പോകാൻ. ഈ കുമ്പംകുരുട്ടി വാട്ടർഫാൾസിൽ നിന്ന് കുറച്ച് ദൂരം പോകണം. പിന്നെ റോഡിലൊന്നും ആരെയും കാണുന്നൊന്നുമില്ല, കുറേ വീടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഡാമിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഡാമിൻ്റെ ഉള്ളിൽ കയറിയില്ല, കാരണം ഇപ്പം വെള്ളമില്ല.
അങ്ങനെ ഞങ്ങള് ഡാമിന്റെ ആ സൈഡിൽ കൂടെ വഴിയുണ്ട്, റോഡുണ്ട്. അതുവഴി എല്ലാവരും ഇപ്പൊ ഡാം ഇങ്ങനെ നമുക്ക് റോഡിൽ കൂടെ തന്നെ കാണാനായിട്ട് പറ്റും. മഴ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ അവിടുന്ന് വെള്ളമൊക്കെ ഉണ്ടായിരുന്നേനെ. എൻ്റെ അവിടെ പാലമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് വേണേൽ ഫോട്ടോയൊക്കെ എടുക്കാം. പിന്നെ താഴെ അവിടെ ആ വെള്ളത്തിന്റെ ആ ഒരു ഡാമിന്റെ താഴ്ഭാഗത്ത് കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അവിടെയൊക്കെ വന്ന് പിള്ളേരൊക്കെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഡാം മീനൊക്കെ ഉണ്ടായിരുന്നുണ്ട്, അവിടെ നിന്ന് പിടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും, നല്ല വെയിലുണ്ട്, ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അടുത്ത ഞങ്ങൾ പോകുന്നത് മെക്കാറ ഗ്രാമത്തിലോട്ടാണ്. നമ്മുടെ ആ ഡാം കഴിഞ്ഞുള്ളത് ഈ മെക്കാറ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിടരും ഗ്രാമം എന്ന് പറയുന്നതാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്, നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയേകുന്ന കാഴ്ചയാണ്. നല്ല സ്വർണ്ണ നിറത്തിൽ നമ്മുടെ നെൽവയൽ ഇങ്ങനെ കാറ്റത്തിരുന്ന് ആടുമ്പം അതൊരു പ്രത്യേക ഭംഗിയാണ്. എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ പാലക്കാട്, കൊല്ലങ്കോട് ആ ഗ്രാമമൊക്കെയാണ് ഓർമ്മ വന്നത്. പിന്നെ ആ ഒരു ആകാശവും നമ്മുടെ ആ ഒരു മലനിരകളും അതിൻ്റെ കൂട്ടത്തിൽ ഈ കാറ്റിലാടി ഉലയുന്ന നമ്മുടെ നെൽപ്പാടം എല്ലാം കൂടെ നമുക്കൊരു പടം വരച്ച പോലെ, നമ്മളൊരു സീനറി ഒക്കെ വരയ്ക്കത്തില്ലേ, അതുപോലൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഇങ്ങനെ വയലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം ശരിക്കും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുമലക്കോവിലോട്ടാണ്. നമ്മളവിടെ കണ്ടില്ലേ ആ പാടത്ത് ആ നെല്ലെല്ലാം ഒത്തിരി ചാക്ക് കണക്കിനാണ് നെല്ല് കൂട്ടി വെക്കുന്നത്. നമ്മുടെ കേരളത്തിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള നെല്ലായിരിക്കും. അവർ നല്ല കടും ചൂടിലാണ് അവർ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്. അവർക്ക് അങ്ങനത്തെ മടിയൊന്നുമില്ല. പിന്നെ ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തിരുമലക്കോവിലോട്ടാണ്. തിരുമലക്കോവിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു പഴനി എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മുടെ പഴനി നമ്മൾ ഒരുപാട് സ്റ്റെപ്പൊക്കെ കയറിയല്ലേ പോകുന്നത്, അതുപോലെ തന്നെയാണ് ഈ തിരുമലക്കോവിലും. അവിടെയും ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് നമ്മൾ നമ്മുടെ മുരുകനെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ പോവാണ് ചെയ്യുന്നത്. പിന്നെ മേഘം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പഞ്ഞി പൊട്ടിച്ച് പഞ്ഞി പറത്ത് വിടുന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുമലക്കോവിൽ വന്നു. നമുക്ക് സ്റ്റെപ്പ് കയറിയാൽ പോകണമെങ്കിൽ ഇതുവഴിയൊക്കെ പോകാൻ പറ്റും. ഞങ്ങളിപ്പം സമയക്കുറവുകൊണ്ടും തന്നെയല്ല പനിയൊക്കെ ആയതുകൊണ്ടും ഞങ്ങൾ ബൈക്കിൽ തന്നെ പോകാനായിട്ട് തീരുമാനിച്ചു. നേരത്തെ ഞങ്ങൾ സ്റ്റെപ്പിലൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഇവിടെ ടോയ്ലറ്റിൻ്റെ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോ വണ്ടികൾക്കും നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുന്നതിനുണ്ടെങ്കിൽ നമ്മളൊരു പാസ് എടുക്കണം. 20 രൂപയാണ് ബൈക്കിനുള്ളത്. കാറിനൊക്കെ ആണെങ്കിൽ 50, വാനാണെ 60, അങ്ങനെ എന്തോ ആണ്. ഇപ്പം നമ്മൾ റോഡിൽ കൂടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഒരു സ്റ്റെപ്പ് വഴിയുള്ള ആ ഒരു അതിലേ നമുക്ക് അമ്പലത്തിലോട്ട് ചെല്ലാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പം അവരവിടെ വളരെ കഷ്ടപ്പെട്ട് പാറയൊക്കെ വെട്ടിപ്പൊളിച്ച് റോഡ്, നല്ല വിശാലമായ റോഡുണ്ട്. അപ്പം ചിലർക്കൊക്കെ സ്റ്റെപ്പ് കയറാൻ പറ്റണമെന്നില്ല, കാല് വയ്യാത്തവർ കാണും, പ്രായമായവർക്കൊന്നും കയറാൻ പറ്റണമെന്നില്ല. അപ്പം ഇങ്ങനെ ഒരു റോഡ് സംവിധാനം വന്നതോടുകൂടി നമുക്ക് വണ്ടി അമ്പലം വരെ എത്താനായിട്ട് പറ്റും. ആ മുകളിൽ കാണുന്നതാണ് അമ്പലം. അപ്പം അവിടെ വരെ എത്താനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു സംവിധാനം വന്നത് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ റോഡിൽ കൂടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സൈഡിലെന്ന് പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. മലനിരകളാണ് കാണുന്നത്. പിന്നെ നമ്മൾ ആ നേരത്തെ കണ്ട ആ ഒരു നെൽവയലും കുറെ കാറ്റാടിയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. പിന്നെ വളരെ സൂക്ഷിച്ച് വേണം വണ്ടിയൊക്കെ ഓടിക്കാം. നമ്മൾ യാത്ര കണ്ട് മതിമറന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇവിടെ തട്ടിപ്പോവാൻ, അതായത് ഇവിടെ തട്ടി താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ. അങ്ങനെ ഞങ്ങൾ അവസാനം മുകളിൽ എത്തിയിരിക്കുകയാണ്. കുറേ വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതും കൂടുതലും മലയാളികളാണ് ഉള്ളത്, തമിഴ്നാട്ടുകാർ വളരെ കുറവാണ്. എല്ലാം KL ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സ്റ്റെപ്പിൽ കൂടാണ് കയറേണ്ടത്. നല്ല വെയിലുണ്ട്. ആ കുട്ടിയൊക്കെ ഓടിപ്പോകുന്നത് വേഗം പോകാൻ വേണ്ടിയിട്ടല്ല, കാല് പൊള്ളിയിട്ട് ഓടുന്നതാണ്. നമ്മുടെ പാണ്ടിപ്പടക്കകത്ത് മറ്റേ ഡാൻസ് കളിക്കുന്ന പോലെയാണ് ഞാനും പോകുന്നത്. അതുപോലാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേനും നല്ലൊരാശ്വാസം കിട്ടി. കാരണം ഇവിടെയാണ് ഇത്തിരി തണുപ്പുള്ളത്. കാലെല്ലാം നല്ല പൊള്ളി. ഞാൻ ഇടയ്ക്ക് കാലിലോട്ടൊക്കെ നോക്കുന്നത്. അങ്ങനെ ഇവിടെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം. പിന്നെ ഇവിടെ നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ്. നമുക്ക് നടക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാനായിട്ട് പറ്റും. കാലൊക്കെ നല്ല പൊള്ളുവാണ്. ഞാൻ അങ്ങനെ നടന്നു പോയ വഴിക്ക് കാലൊക്കെ തട്ടി വീഴാനൊക്കെ പോകുന്നുണ്ട്. എൻ്റെ കല്ലിന് ഞാൻ വഴക്ക് പറഞ്ഞിട്ട് പോവാണ്. ഇത് ഇവിടെ എല്ലാം കുറേ ആൾക്കാർ നമ്മുടെ മുരുകനെയൊക്കെ പ്രാർത്ഥിച്ച് മുരുകൻ്റെ മന്ത്രമൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. ഇതാണ് അമ്പലം. ഈ പെയിൻറ്റിനകത്തൂടെ നടന്നാൽ വലുതായിട്ട് പൊള്ളത്തില്ല. പിന്നെ അല്ലാതെ നമ്മൾ താഴെ കൂടെ നടക്കുന്നെങ്കിൽ നന്നായിട്ട് പൊള്ളും. ഒന്നാമതേ നട്ടുച്ച സമയം, പക്ഷെ നടയൊന്നും അടച്ചിട്ടില്ല. പിന്നെ ഇതാണ് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു കാഴ്ച നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മനോഹരമാണ്. നമുക്ക് ആ ഒരു മേഘങ്ങൾ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്ന മേഘങ്ങളും അറ്റൻഷനായിട്ട് നിൽക്കുന്നു വരിയായിട്ട്. അതും പിന്നെ അമ്പലത്തിൻ്റെ ഭംഗിയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനവിടുത്തെ കൊത്തുപണികളിലൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഓടിച്ച് നല്ല സുഖമാണ് അതിനകത്തോടെ തൊടാൻ. മാർബിളാണ്,
നമ്മുടെ മുരുകന്റെ വാഹനമാണല്ലോ മയില്. അപ്പൊ മയിലിന്റെ പടമൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. മാർബിളിലാണ് കൊത്തി വെച്ചിരിക്കുന്നത്. അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ശ്രീകോവിൽ. ഒരുപാട് നമ്മള് തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെ പ്രത്യേകതയാണ്. മുകളിലോട്ട് അവർ നല്ല രീതിയിൽ ഒത്തിരി കുഞ്ഞു കുഞ്ഞു ദേവതമാരെയൊക്കെ വെച്ച് കുറെ കുഞ്ഞു കുഞ്ഞു ആൾക്കാരെയൊക്കെ വെച്ച് ഇങ്ങനെ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്. നല്ല കഷ്ടപ്പെട്ടാണ് അത്രയും അവർ ആ കൊത്തിയെടുക്കുന്നത്. വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. ഇതൊക്കെയാണ് അവിടുത്തെ ആ ഒരു കൊത്തുപണികൾ, ആ കല്ലിലും മാർബിളിലും ഒക്കെ തീർത്ത കൊത്തുപണികൾ. എന്താ മയിലിന്റെ വായിലിരിക്കുന്നത് പാമ്പാണ്. പിന്നെ ഒരു പാമ്പിനെ സർപ്പത്തിനെ ചവിട്ടിപ്പിടിച്ചിട്ടുമുണ്ട്. അപ്പൊ പിന്നെ അത് കണ്ടോ, സ്റ്റെപ്പൊക്കെ കണ്ടോ, നല്ല കല്ലുകൊണ്ടുള്ള കൈവരിയാണ്. രണ്ട് ആനക്കൂട്ടന്മാരുണ്ട് അവിടെ. നമുക്ക് ആ കൊച്ചു പിള്ളേർക്കാണ് ആനയുടെ, കൊച്ചു പിള്ളേർക്കല്ല വലിയവർക്കും ആനയുടെ വണ്ടയിലൊക്കെ കയറി ഫോട്ടോയൊക്കെ എടുക്കാം. പിന്നെ ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിലും, സെയിം രീതിയിൽ തന്നെയാണ് അപ്പുറത്തെ സൈഡിലും. പിന്നെ ഇവിടെ നമ്മൾ കണ്ട ആ ഒരു ഗ്രാമവും ഒക്കെയാണ്, ഗ്രാമഭംഗിയാണ് കാണുന്നത്. ശരിക്കും ഒരു ഫോട്ടോ എടുത്ത പോലെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രീനിന്റെ പല വർഷം, പച്ച കളറിന്റെ പല പല വർഷം, ഇളം പച്ച, അതിൻ്റെക്കാൾ ഇച്ചിരി കൂടെ പച്ച, പിന്നെ കടും പച്ച, അതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ആൾക്കാരൊക്കെ ഇപ്പം ഉച്ച സമയമായതുകൊണ്ട് കുറെ പേരൊക്കെ പോയി. ഇപ്പൊ ഇവിടെ ആളൊഴിഞ്ഞ് കിടക്കുകയാണ്. പൊരിഞ്ഞ വെയിലാണ്. ഞാനാണ് അവിടെ തലയിൽ തുണിയൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാനാണെങ്കിൽ റീൽ എടുക്കാനും പറഞ്ഞു, പച്ചയും നിറമേ ആ റീലൊക്കെ എടുക്കാനും പറഞ്ഞ് പോവുകയാണ്. പിന്നെ അമ്പലമായതുകൊണ്ട് എനിക്കൊരു ചമ്മല് തന്നെയെല്ലാം നടക്കാൻ പറ്റുന്നില്ല. സ്ലോ മോഷനിൽ നടക്കാൻ നിന്ന കാല് മൊത്തം പൊള്ളിപ്പോവും. അതുകൊണ്ട് ഞങ്ങള് വീഡിയോ എടുക്കാനും ഒന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരു ചെറിയൊരു തണലൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് ഇങ്ങനെ ചെന്നപ്പോഴാണ് ഇവിടെ ഒരു കുളം കണ്ടത്. ആ ഒരു കാറ്റിന്റെ ആ ഒരു ദിശ നമുക്ക് ആ കുളം നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. അതും ഒരു പച്ച നിറത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു ഇളം പച്ച കളർ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് അവിടുന്ന്. പിന്നെ ഇവിടെ ഇടയ്ക്ക് വെച്ച് എൻ്റെ ഫോണൊന്ന് കളഞ്ഞു വരുന്നു. കാരണം ഞാൻ അമ്പലത്തിനകത്ത് കയറിയപ്പോഴാണ് അവിടെ ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ വെക്കാൻ ഫോൺ എന്ത് ചെയ്ത് നോക്കിയപ്പോഴാണ് ഫോൺ കണ്ടില്ല. ഞാൻ വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് അവിടെ വെച്ചിട്ടിങ്ങി പോന്നു. ഞാൻ പ്രാർത്ഥിച്ചു അവിടെ കാണണേന്ന്. പിന്നെ എല്ലാം നല്ലവരായ മനുഷ്യരായതുകൊണ്ട് ആരും ഫോണൊന്നും എടുത്തില്ല. ഫോൺ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ ബൈക്ക് എന്ത് ചെയ്യുന്നു ഇങ്ങനെ നോക്കുകയാണ്. കഷ്ടം, വെയിലും കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അനാഥപ്രേതത്തെ പോലെ എന്ത് ചെയ്യാ ബൈക്ക്, അനാഥപ്രേതത്തെ പോലെ അവിടെ ഇരിപ്പുണ്ട്. കഷ്ടം, വെയിലും കൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ കയറി ഇരുന്നത് നല്ല അൽഫാമിന്റെ മണം വന്നു. പറഞ്ഞാൽ അത്രയ്ക്ക് വെയിലായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തുടരുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് അന്യൻ പാറയിലോട്ടാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പം ഭയങ്കര പെയ്യാണ് പോയത്. കാരണം ഏറ്റവുമല്ലേ, തിരിച്ച് നല്ല സുഖമായിരുന്നു, ഇറക്കമായിരുന്നു. പിന്നെ എൻ്റെ ഉടുപ്പിൻ്റെ അതേ കളർ തന്നെയാണ് ഇവിടുത്തെ പുല്ലിന് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഇവിടെ അരുളിച്ചെടിയൊക്കെ നിൽപ്പുണ്ട്. അരുളിയൊക്കെ ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ കഴിക്കുന്ന വിഷമാണൊക്കെ. ഇവിടെ നിറച്ച് അരുളിച്ചെടിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ, പലതരത്തിലുള്ള അരുളിച്ചെടി. അങ്ങനെ ഞങ്ങൾ അന്യൻപാറയിലേക്ക് പോയി. അങ്ങനെ ഈ അന്യൻപാറയുടെ ആ ഒരു നമ്മുടെ ആ ഇടത്തെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ചെറിയൊരു എന്താ പറയുന്ന ഒരു വെള്ളക്കെട്ട് എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അന്യൻപാറയിലേക്ക് പോയി. ഇതൊക്കെ കേരളത്തിൽ നിന്ന് വന്ന വണ്ടികളാണ്, റാന്നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്ന വണ്ടികളാണ്. തമിഴ്നാടിൻ്റെ ബസ്സൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി. അന്യൻപാറയാണിത്. നമ്മുടെ അന്യൻ സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഷൂട്ട് ചെയ്ത ആ ഒരു പാറയാണിത്. ഞങ്ങൾ ഇറങ്ങി. ഇത് കണ്ട ശരിക്കും നമ്മുടെ ഒരു ശ്മശാന മൂകതയാണ്, ഒരു ശ്മശാനത്തിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇത് മുള്ളുള്ള ചെടിയാണ്, നമ്മുടെ ഷോളൊക്കെ അതിനകത്ത് കുരുങ്ങിയായിരുന്നു. അങ്ങനെ നല്ല, പക്ഷെ കിടില സ്ഥലമാണ്, ഒരു രക്ഷയില്ല. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ആ പാറയും ഇത് കറക്റ്റ് ഇവിടെ രണ്ടക്ക ആ പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇവിടൊക്കെയാണ് അതിനകത്തൊരു സാരിയൊക്കെ വരയ്ക്കുന്നുണ്ട്. അവരിവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത്, സുട്ടപ്പാൽ പോലെ ആ പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കുന്ന ആ ഒരു സ്ഥലമാണിത്. നല്ല ഭംഗിയുണ്ട് ഇവിടെ. പക്ഷേ നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് കയറിയോണ്ട് വലിയ കാലൊന്നും പൊള്ളിയില്ല. എന്നാലും ഇവിടെ കുറെ കുപ്പിച്ചിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ സ്ഥലം ആസ്വദിക്കാനല്ലേ വരുന്നത്, കുപ്പിച്ചിലൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ കാലേ കുത്തി കയറും. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ അന്ന് വരച്ച 2005 അന്യൻ ഇറങ്ങിയത്. ആ സമയത്ത് വരച്ച പടമാണ്. ഇപ്പോഴും ഏത് പെയിന്റ് ആണെന്ന് അറിഞ്ഞൂടാ, ഏഷ്യൻ പെയിന്റ് ആണോ അപ്പെക്സ് പെയിന്റ് ആണോ ഏതാണെന്നും അറിഞ്ഞൂടാ. എന്തായാലും ഇതുവരെ അത് മാഞ്ഞിട്ടില്ല. നമുക്കിങ്ങനെ ജസ്റ്റ് ആ ഒരു ഔട്ട്ലൈൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്രയും വെയിലൊക്കെ കൊണ്ടിട്ടും ആ പെയിന്റ് ആ പാറയിൽ നിൽക്കുമെന്നുള്ളത് വളരെ വിശ്വസനീയമായ കാര്യമാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എന്ത് പറയുന്നത്, കിടില ഒന്നും നമ്മുടെ കണ്ണൊക്കെ നമ്മുടെ എന്താ പറയുക, നമുക്ക് അത്രയ്ക്കൊരു സന്തോഷം തോന്നുന്ന കാഴ്ച എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ആ കാറ്റാടി ഒരു പച്ച പരവതാനി വിരിച്ച പോലെ
അതുപോലാണ് തോന്നി. നല്ല കാറ്റുണ്ടായിരുന്നു, എൻ്റെ ഷോളൊക്കെ പറക്കുന്നുണ്ട്, നല്ല കാറ്റാണ് അവിടെ. പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞില്ല, കുപ്പിച്ചിലിൻ്റെ ആ ഒരു വിഷയം ഉണ്ടായിരുന്നു അവിടെ. ആരുടെയൊക്കെ കാലിൽ ഇങ്ങനെ കുത്തി കയറി എന്ന് പറയുന്നുണ്ടായിരുന്നു. ആൾക്കാർ വന്ന് പൊട്ടിച്ചിടുവാണ് കുപ്പിച്ചില്, കുപ്പിയൊക്കെ എറിഞ്ഞ് പൊട്ടിക്കത്തില്ലേ ഒരു സന്തോഷം പോലെ, അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ്. പക്ഷെ നമ്മുടെ കാലിലൊക്കെ കൊത്തി കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നടക്കണം. മേളിൽ നമുക്ക് കയറാനായിട്ട് പറ്റും. അതൊക്കെ മലയാളികളാണ്, കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അവിടെ ഭയങ്കര കാറ്റാണ്. പിന്നെ ഞങ്ങൾ അവിടെ പോയില്ല. പിന്നെ നമുക്ക് വീണ്ടും 3-4 സ്ഥലങ്ങളിലൂടെ പോകണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ഒരു മുൾച്ചെടിയാണ്, മുള്ളാണ് അതിനകത്ത്, ചെറിയൊരു കായും ഉണ്ട് അതിനകത്ത്, മുള്ളാണ്. ഇവിടെ ഷോളൊക്കെ കുരുങ്ങി കഴിഞ്ഞാൽ വരാൻ പാടാണ്. പിന്നെ വീണ്ടും ഞങ്ങൾ ആ പാറയൊക്കെ കണ്ടു. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റാണ് ഇവിടെ, നല്ല വെയിലും ഉണ്ട്. ഭയങ്കര ക്ഷീണിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല ആസ്വദിച്ച് പോവാണ്. കുഞ്ഞു കുഞ്ഞു പാറക്കെട്ടുകളാണ്. പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. നമ്മുടെ ആ ഒരു ഇടത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ആ ഒരു വെള്ളക്കെട്ട് കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. നീല കളറിലെ ആകാശവും അതുപോലെ തന്നെ നീല കളറിലെ ആ ഒരു വെള്ളക്കെട്ടും കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ശരിക്കും നമ്മുടെ കണ്ണിൻ്റെ ഒരു മായക്കാഴ്ചയാണത്. അത് നിങ്ങൾക്ക് കാണാം, അങ്ങോട്ട് ചെല്ലുമ്പോഴേ നമുക്കത് മനസ്സിലാവും. നമ്മളിത്ര ദൂരെ നോക്കുന്നതുകൊണ്ടാണ് ഇത്രയും നീല കളറിൽ തോന്നുന്നത്, പക്ഷെ അടുത്ത് വരുമ്പം ആ കളറല്ല. അങ്ങനെ ഞങ്ങൾ ആ ഒരു കാഴ്ചയൊക്കെ, ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ വെള്ളക്കെട്ടും, അപ്പുറത്തെ വലത്തെ സൈഡിൽ നമ്മുടെ വയലുമാണ്. അതും നല്ലൊരു നിറം, പ്രത്യേക ഒരു പച്ച നിറം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ആ നീല കളറല്ല. നമ്മൾ പറയുന്ന കണ്ണി കാണുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ പാടില്ലെന്ന്. നമ്മുടെ സയൻസ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വേവ് ലെങ്തും റിഫ്ലക്ഷനും ഒക്കെ അനുസരിച്ച് വേണ്ട. ഇപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, നമ്മൾ അവിടെ നോക്കുമ്പോൾ വിചാരിക്കും നല്ല ശുദ്ധമായ വെള്ളം, കോരി കുടിച്ചാലോ അല്ലെങ്കിൽ കുളിച്ചാലോ എന്നൊക്കെ തോന്നും. പക്ഷെ അഴുക്ക് വെള്ളമാണ്, ഒട്ടും ഇതായിട്ടുള്ള വെള്ളമല്ല. നമുക്ക് അസുഖമൊക്കെ പിടിക്കുമായിരിക്കും വെള്ളത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ. പിന്നെ ആ കാറ്റിൻ്റെ ദിശ നമുക്ക് ആ ഒരു വെള്ളത്തിനകത്തൂടെ മനസ്സിലാക്കാം. ചെറിയ ചെറിയ എന്താ പറയുക, വേവൊക്കെ അതിനകത്ത് ഇങ്ങനെ വരുന്നുണ്ട്, തിരമാല പോലെ ഇങ്ങനെ വരുന്നുണ്ട് കാറ്റിൻ്റെ ദിശ അനുസരിച്ച്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നെൽവയലല്ലേ. കേരളത്തിലാണ് നമുക്ക് ഒത്തിരി മഴയും അതുപോലെ തന്നെ പുഴയും എല്ലാം ഉള്ളത്. പക്ഷേ ഇവർക്ക്, തമിഴ്നാട്ടുകാർക്ക് വളരെ കുറവാണ് മഴയൊക്കെ ലഭിക്കുന്നതും അതുപോലെ ശുദ്ധജലമൊക്കെ ഉള്ളതും. പക്ഷെ എന്നിട്ടും അവർ ആ കൃഷി ചെയ്യുന്നത് നോക്കിക്കുക, എത്രമാത്രം കൃഷിയാണ് അവർ ചെയ്യുന്നത്. ആ ഒരു ചുരുങ്ങിയ അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ച്. പിന്നെ ഇവിടെ എല്ലാം നമ്മൾ തെങ്ങുണ്ട്, അതുപോലെ തന്നെ വാഴയുണ്ട്. ഇപ്പം ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് സുന്ദരപാണ്ഡ്യപുരത്താണ്. ആ സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഉണ്ട്. ഇവിടെ കൺകൾ ഇരണ്ടാൽ ആ പടക്കമാണ്. ഇത് കണ്ടോ, ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഒരു ആലാണ്. പിന്നെ ഇവിടെ കണ്ടോ നമുക്ക് ഒരു കുഞ്ഞു അമ്പലങ്ങളൊക്കെ കാണാം. ഈ ഒരു നാടിൻ്റെ, തമിഴ്നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രാമങ്ങളിലും അല്ലെ കൃഷിയോടനുബന്ധിച്ച് അവർക്ക് എപ്പോഴും ഒരു അമ്പലം കാണും. അവരെ സംരക്ഷിക്കും എന്നുള്ള, കറുപ്പുസ്വാമിയുടെ അമ്പലം സംരക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ ആ അമ്പലമൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ തെങ്ങും അതുപോലെ തന്നെ വാഴയും ഉണ്ട്. ഈ വാഴ മൊത്തവും ഇങ്ങനെ വെട്ടിക്കീറിയിരിക്കുകയാണ് കാറ്റടിച്ച്. ആദ്യം ഞാൻ കരുതിയത് തമിഴ്നാട്ടിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം വാഴയാണെന്നാണ്. പിന്നെയാണ് മനസ്സിലായത് കാറ്റും ഉണ്ടെല്ലാം കീറിയിരിക്കുന്നത്. ഇവർക്ക് വാഴ കൃഷി ഉണ്ടെങ്കിലും നമ്മുടെ കൂട്ട ഇലയിൽ കഴിക്കാൻ പറ്റില്ല, ഈ ഇല മൊത്തം പൊട്ടി കീറിയിരിക്കുവാണ്. പിന്നെ ഞങ്ങൾ ചെന്നത് സുന്ദരപാണ്ഡ്യപുരത്തെത്തി. അവിടെ സൂര്യകാന്തി ഒരു റീല് കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ചയെന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു. സൂര്യകാന്തി എല്ലാം പോയി ഉണങ്ങിക്കരിഞ്ഞ് എണ്ണ എടുക്കാറായിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നു വന്നിരുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു കാഴ്ചയായിരുന്നു. ഞാൻ ഇത്രയും ഏക്കർ കണക്കിന് സൂര്യകാന്തി നിൽക്കുമല്ലേ, ഇപ്പോൾ ഫുള്ള് കരിഞ്ഞ് വാടി. അങ്ങനെ റീൽസ് ഒന്നും കണ്ടിട്ട് പോകരുതെന്ന്. പിന്നെ നമുക്ക് ഇവിടുന്ന് നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ വാങ്ങാം. ആൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് 10 രൂപയ്ക്ക് വേണോ 20 രൂപയ്ക്ക് വേണോ, എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വാങ്ങാം. ആൾ തന്നെ പറിച്ച് തരണം. ബീട്രൂട്ടാണ് പറിക്കുന്നത്. ഞാനും അഞ്ചുചേട്ടനും ആദ്യമായിട്ടാണ് ബീട്രൂട്ട് ഇങ്ങനെ കാണുന്നത്, കൃഷി ചെയ്യുന്നത്. അവൻ ലൈവായിട്ട് പറിച്ച് തരുവാണ്. ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് നല്ല ലാഭത്തിന് പച്ചക്കറി കിട്ടും. ഇതിപ്പോൾ 10-20 രൂപയൊക്കെ ഉള്ളൂ. ആളിങ്ങനെ ഓരോന്ന് പറിച്ചെടുക്കുവാണ്. പച്ചക്കറി, തക്കാളി ഉണ്ട്, അതുപോലെ തന്നെ പയറുണ്ട്, വെണ്ടയ്ക്ക, മുളക്, പിന്നെ എള്ളും അങ്ങനെയൊക്കെയുള്ള എല്ലാ പച്ചക്കറികളും ഇവിടെ ഉണ്ട്. ബീട്രൂട്ട്, ഇതൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുവാണ്. ആ ഒരു കുഞ്ഞു ബീട്രൂട്ടുകളാണ് ഈ പറിച്ചെടുക്കുന്നത്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ നമുക്ക് വേണ്ടിയിട്ടാണ് എടുത്തു തരുന്നത്. കൊച്ചുള്ളിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇപ്പം കേരളത്തിൽ നിന്ന് വരുന്നവരൊക്കെ ഇവിടെ വന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് ലാഭത്തിൽ പച്ചക്കറി കിട്ടും. 10-20 രൂപയൊക്കെ ആയാലും, അല്ലെ 10 രൂപയ്ക്കാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്.
അപ്പം അത്രയും പച്ചക്കറി കിട്ടും. അതേണ്ട പയറുണ്ട്, ആ ചേട്ടൻ നമ്മളുള്ള സ്നേഹം കൊണ്ട് പയറും, ഇതും 10 രൂപയ്ക്കാണ്. പയറ്, വെണ്ടയ്ക്ക, അവർക്ക് അത്രയും വേണം. നമ്മളിപ്പോൾ അധികം കൊടുത്താലും അവർ ആ 10 രൂപ മതി അവർക്ക്. നിങ്ങൾക്ക് ലാഭത്തിൽ പച്ചക്കറി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തെങ്കാശിയിലോട്ട് 1000 രൂപ മുടക്കി വന്നാൽ മതി. ലാഭത്തിൽ 10-20 രൂപയ്ക്ക് പച്ചക്കറി കിട്ടും. അങ്ങനെയല്ല, ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഫ്രഷ് പച്ചക്കറി അവിടെ നിന്ന് തന്നെ പറിച്ചെടുക്കുക, വിലക്കുറവിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേന് ആള് തോർത്തൊക്കെ മാറ്റി സുന്ദരനായിട്ടൊക്കെ നിൽക്കുവാണ്. അതുകൊണ്ട് അവിടെ വെള്ളമാണ്, വെള്ളക്കെട്ടാണ്. നമ്മുടെ തക്കാളിയൊക്കെ വാങ്ങിച്ച ചേച്ചിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ആള് നമുക്ക് ടാറ്റയൊക്കെ തന്നു. വൻ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് മാവാണ് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. വീടല്ലേ, വെള്ളമുണ്ട്, ചാടിക്കളന്നു ആ റോഡ്. ഇവിടെ ഒരു ചെറിയ അരി അവള് വീണിരിക്കുകയാണ്. ഞാൻ പറയാ ചെരുപ്പ് എടുത്തു. ഇതിപ്പം 3ാമത്തെ വീഴ്ചയാണ് കേസ് അവള് വീണിരിക്കുന്നത്. അവളെ ചെരുപ്പ് വേറൊരു വഴിക്ക്. അതെടുത്തോളൂ, ചെരുപ്പ് എടുക്കൂ, ഞാനെടുക്കാം. മാറി ഇച്ചിരി മുന്നോട്ട് പോകും. അവളെ ചെരുപ്പ് താണ്ട് പോയിട്ടുണ്ട് കേസ്. ആയതുകൊണ്ട് ചെരുപ്പിൽ വെള്ളമൊന്നും കയറിയില്ല. പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങി. ഇത് കഴിഞ്ഞ് വീഡിയോ എടുത്ത് തിരിഞ്ഞ് കിടന്നപ്പോഴത്തേന് അനന്തുചേട്ടൻ വീണു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കാണാം ഞാനും അത് മറിഞ്ഞു വീണു. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആയപ്പോഴാണ് ഒരു ചേട്ടൻ വന്ന് കള്ള്, നമ്മുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മൂത്ത പനങ്കള്ള് വരുന്നത്. അനന്തുചേട്ടൻ അതിനെക്കുറിച്ച് നല്ല വർണ്ണനയൊക്കെ തരുന്നുണ്ട്. നല്ല സാധനമാണ്, പുതിയതാ, മൂത്ത കള്ളാണെന്നും പറഞ്ഞ് ഒറ്റ വലിക്കാണ് കുടിക്കുന്നത്. ജ്യൂസ് വെള്ളം കുടിക്കുന്ന പോലാണ് പനങ്ങളിൽ കുടിക്കുന്നത്. എന്നിട്ട് ആ മീശയിലിരിക്കുന്നതും കുടിക്കുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റാന്ന് തോന്നുന്നു. എന്നിട്ട് ആള് പറയുന്നുണ്ട് വേറെ ഉണ്ട്, ഇതിനേക്കാളും നല്ല കിടില സാധനം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനന്തുചേട്ടാ അത് വീണ്ടും അത് ഒഴിച്ച് വേണ്ട കുപ്പി തീർന്നു. എടുത്തപ്പോൾ നിറച്ചുണ്ടായിരുന്നു, ഇപ്പം വേണ്ടെന്ന് തീർന്നു. കുപ്പി മൊത്തം തീർന്നു. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. ഒരു പുളി രുചിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ കഴിക്കുന്നത്. വെള്ളം പച്ചവെള്ളം പോലെ കുടിക്കുന്നത്. ഞാൻ അണ്ണനോടൊക്കെ സംസാരിച്ചു. ആൾക്ക് ഒത്തിരി സന്തോഷമൊക്കെ ആയി, പേരൊക്കെ ചോദിച്ചു. ആൾക്ക് ഒത്തിരി സന്തോഷം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേന്. അനന്തുചേട്ടൻ ഒറ്റ വലിയിടാണ്, ഒറ്റ വലിക്ക് കുടിച്ചു, ആസ്വദിച്ച് കുടിക്കുകയാണ്, മാക്ക കുടിക്കുവാണ്. അങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞ് പറയുന്നുണ്ട് സൂപ്പറാണ്. എന്നിട്ട് കുടിച്ച് ഇനിയും കിട്ടും എന്നുള്ള വ്യാമോഹത്തെ ആളുടെ കൊടുത്തു. ഞാൻ പറയുന്നുണ്ട് വേണ്ട മതി എന്നൊക്കെ പറയുന്നുണ്ട്. മതിയോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് കുറ്റാലത്തോട്ടാണ്. നമ്മുടെ ലാസ്റ്റ് സ്പോട്ടാണ് കുറ്റാലം. അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ കുഞ്ഞു കുഞ്ഞു വീടുകളും അമ്പലങ്ങളും. തമിഴ്നാട്ടിലെ വീട് ഒരു പ്രത്യേക രീതിയിലല്ലേ, നമ്മുടെ കേരളത്തിൽ കാണുന്ന വീട് പോലെയല്ല. കുറച്ച് ഇവിടെ സാധനങ്ങൾക്കൊക്കെ പൊതുവെ വിലക്കുറവാണ്. അവിടെ പെട്രോളിനാണെങ്കിലും ഒക്കെ വിലക്കുറവാണ്. പച്ചക്കറിക്ക്, അതുപോലെ തന്നെ കരിക്ക്, ഇതൊക്കെ വിലക്കുറവിൽ കിട്ടും നല്ല രീതിയിൽ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ആഹാരം കഴിച്ചിട്ടുണ്ട്. 2 മോമോസും അതുപോലെ തന്നെ പനീർ സാൻഡ്വിച്ചും പിന്നെ 2 ലൈമും ഒക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കരിക്ക് കഴിച്ചു. ഞങ്ങൾ ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്. കരിക്കും വെള്ളവും അതിൻ്റെ കാമ്പും ഒക്കെ കഴിച്ചു. അനന്തുചേട്ടന് കിട്ടിയ കരിക്കിനകത്ത് ഒന്നുമില്ലായിരുന്നു, മുട്ടക്കരിക്കായിരുന്നു. പിന്നെ എൻ്റെ അതിനകത്തൊന്ന് കട്ട് പിടിച്ചു. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വീണ്ടും യാത്ര വന്ന് കുറ്റാലം എത്തി. ഞങ്ങൾ വന്നപ്പോഴത്തേന് സന്ധ്യയൊക്കെ കഴിഞ്ഞായിരുന്നു. ഇവിടെ ഒത്തിരി കടകളുണ്ട്. 10 രൂപ കട, 20 രൂപ കടയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ നമ്മുടെ ഓച്ചിറയിൽ ഇങ്ങനെ വിൽക്കുമല്ലോ, അതാണ് ഓർമ്മ വന്നത്. പിന്നെ വണ്ടിയൊക്കെ പാർക്ക്, കുരങ്ങന്മാരുടെ ശല്യം ഒത്തിരി ഉണ്ട്. നമ്മൾ പച്ചക്കറിയൊക്കെ നല്ലോണം സുരക്ഷിതമായിട്ട് കൂട്ടി വെച്ചിട്ടാണ് ഇറങ്ങിയത്, കാരണം എടുത്തുകൊണ്ട് പോകും. അങ്ങനെ നിറച്ച് കടകളാണ്, ഒരുപാട് കടകളുണ്ട്. 10 രൂപ കടകൾ തന്നെ 3-4 എണ്ണം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ, പിന്നെ കളിപ്പാട്ടം, അതുപോലെ തന്നെ പാത്രങ്ങൾ, ചെരുപ്പൊക്കെ പല മോഡൽ ചെരുപ്പൊക്കെ കിടപ്പുണ്ട്. 200 രൂപയ്ക്കും ഒക്കെ കിട്ടുന്ന ചെരുപ്പൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ വന്ന് സാധനമൊക്കെ വാങ്ങുന്നുണ്ട്. ഞങ്ങൾ വന്നത് ഏകദേശം ഒരു സന്ധ്യ ആവാറായി. ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇനി അടയ്ക്കുമോ എന്ന്, പക്ഷെ അടച്ചൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ഈ ഇടയ്ക്ക് വീഡിയോ ഒക്കെ കണ്ടാണ് കുറ്റാലത്ത് പെട്ടെന്ന് വെള്ളം കയറിയ ആൾക്കാരൊക്കെ ഓടിയത്. പക്ഷെ ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നു, കാരണം വേനൽക്കാലമല്ലേ. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്, ഉടുപ്പൊക്കെ വാങ്ങുന്നുണ്ട്. ഉടുപ്പും നമുക്കിപ്പം നിങ്ങളിപ്പോൾ ഇവിടെ വരുമ്പോൾ ഉടുപ്പ് എടുക്കാൻ മറന്നുപോയി. കുളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഉടുപ്പൊക്കെ വാങ്ങാൻ പറ്റും. നല്ല വിലക്കുറവാണെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ കുളിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ താമസിച്ച് എന്തായാലും വന്നപ്പോഴത്തേന് കുറച്ചുകൂടെ നേരത്തെ വന്നെങ്കിൽ നമുക്കൊന്നുകൂടെ നല്ലതായിരുന്നു. അങ്ങനെ ഇവിടെ ആണെങ്കിൽ എന്തോ ഒരു ഡ്രിങ്ക് അവർ കുടിക്കുന്നുണ്ടായിരുന്നു. എന്തുവാണെങ്കിൽ മനസ്സിലായില്ല. നമ്മുടെ ലസ്സി പോലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു.
വേഗം വേഗം ആളെടുത്ത് ഇടുന്ന കണ്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളികളൊക്കെ വരുന്നുണ്ട് ധാരാളം. ആൾക്കാരൊക്കെ തിരിച്ചു വരികയാണ്. കാരണം ഇങ്ങോട്ട് നേരത്തെ രാവിലെയൊക്കെ വന്നവരായിരിക്കാം, ചിലപ്പോൾ ഉച്ചയ്ക്ക് സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ശബരിമലയിൽ പോയിട്ട് വരുന്ന സ്വാമിമാർ അവരൊരു ട്രിപ്പായിട്ടൊക്കെ പോകുമല്ലോ, എല്ലാ സ്ഥലത്തും ഒക്കെ പോയി. ഇവിടെ ഒരു അമ്പലമുണ്ട്, അപ്പം അവിടെയൊക്കെ പോയി വരാന്നൊക്കെ വിചാരിച്ച് പോകുമല്ലോ, ഒരു ട്രിപ്പ് പോലെ. അങ്ങനെയൊക്കെ വന്ന സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്, കുറച്ചുപേര് തിരിച്ചും വരുന്നുണ്ട്. ഇതാണ് അമ്പലം, ഇതാണ് കുറ്റാലത്തെ അമ്പലം. നല്ല ഭംഗിയുണ്ട് ഒരു അമ്പലം. ഒത്തിരി വർഷം പഴക്കമുള്ളതെന്ന് തോന്നുന്നു. അവിടെ കുറെ കൈനോട്ടക്കാർ ഇരിപ്പുണ്ട്. പക്ഷിശാസ്ത്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കി പറയുന്ന കൈനോട്ടക്കാരൊക്കെ ഇരിപ്പുണ്ട്. തത്തയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. 3-4 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞാനാണ് ഓരോ കടകളിൽ കയറി ഇത് കൊള്ളാവോ, ഇത് വാങ്ങുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അഞ്ചുചേട്ടൻ കേൾക്കാത്ത ഭാവത്തിലൊക്കെ നടക്കുകയാണ്. ഞാൻ പക്ഷെ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് പഴം, നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഇല്ലേ, നമ്മുടെ പുളി, അതൊക്കെ ഇവിടെ കുറെ വെച്ചിട്ടുണ്ട്. ഓമയ്ക്ക. ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് വാങ്ങാലോ എന്ന് റംബൂട്ടാന്റെ വില ചോദിച്ചു. റംബൂട്ടാന് 1 കിലോയ്ക്ക് എങ്ങാണ്ട് 260 രൂപ. ഞങ്ങൾ പിന്നെ വെറുതെ ആ മോഹം അതങ്ങ് ഉപേക്ഷിച്ചു. ഞങ്ങൾ പിന്നെ ഓരോ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഏതാണ്ടൊക്കെ പഴങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പേരൊന്നും ഞങ്ങൾക്ക് മനസ്സിലായൊന്നുമില്ല. പേരൊന്നും അറിയാത്ത കുറെ ഏതൊക്കെയോ പഴങ്ങൾ. പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള ചീനി പോലെ അങ്ങനത്തെ എന്തോ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. എന്തോ തമിഴിൽ അവർ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ തമിഴ് എഴുതാനും വായിക്കാനും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരം നോക്കിയിട്ടൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ കുറെ നൊസ്റ്റ് മിഠായികളൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ പണ്ടത്തെ ജീരക മിഠായി, അല്ലാതെ പിന്നെ അവിടെ സുഗന്ധവ്യഞ്ജനങ്ങളും പുളിമിഠായി അങ്ങനെയുള്ള കാര്യങ്ങളും കളർ മിഠായി ഒക്കെ ഉണ്ടല്ലോ പണ്ടത്തെ, അതൊക്കെ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സുഗന്ധവ്യഞ്ജനങ്ങളാണ്, അതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞ് ഈ പാത്രക്കടയുണ്ടല്ലോ, നമ്മുടെ കുറച്ച് അങ്ങനത്തെ കടകളാണ് വീടൊക്കെ അലങ്കരിക്കുക. ഇത് 10 രൂപ കടയാണ്. പിന്നെ ചേച്ചി കൊട്ടയൊക്കെ എടുത്ത് നമുക്ക് പറക്കിയിടാൻ, കൊട്ടയോടെ എടുത്ത് തന്നേക്കാണ് പറക്കിയിടാൻ വേണ്ടി. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബണ്ണ്, എനിക്ക് തലയിൽ കുത്തുന്ന സാധനങ്ങളൊക്കെ, ഈ ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് യാത്രയൊക്കെ തിരിച്ചു. ട്രിപ്പ് അങ്ങനെ അവസാനിച്ച് കഴിഞ്ഞു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.